മഹായിടവക വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അനീഷ അലക്സ്. പ്രധാന വാർത്തകൾ. എഴുപത്തിയഞ്ചാമത് മഹായിടവക കൗൺസിൽ സമ്മേളനം ജനുവരി 22-23 തീയതികളിൽ കോട്ടയം റിട്രീറ്റ് സെന്ററിൽ നടത്തി. ഇതര വിഷയങ്ങളോടൊപ്പം ഭരണഘടന രണ്ടാം വായന പൂർത്തിയായി. തൃതീയ ജൂബിലി സ്മാരക കൺവെൻഷൻ, വജ്ര ജൂബിലി യോഗങ്ങൾ അനുഗ്രഹീതമായി പര്യവസാനിച്ചു. യോഗങ്ങളിൽ നേരിട്ടും ഓൺലൈനായും പങ്കെടുത്തത് 10,000. സ്ഥിരീകരണ വിശുദ്ധ സംസർഗ എപ്പിസ്കോപ്പൽ സന്ദർശനം, പ്രതിഷ്ഠാ കർമ്മം തുടങ്ങി വിവിധ ശുശ്രൂഷകൾക്കായി പ്രാദേശിക സഭകൾ സന്ദർശിച്ച് ബിഷപ്പ്. ഉത്സാഹത്തോടെ ശുശ്രൂഷകളിൽ സംബന്ധിച്ച് ജനങ്ങൾ. കൊടിത്തോട്ടം സെന്റ് പോൾസ് മിഷൻ സെന്ററിന്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച് മഹായിടവക അധ്യക്ഷൻ. പ്രദേശത്തിന്റെ പ്രതീക്ഷയായി മിഷൻ സെന്റർ. കുളത്തുങ്കൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബിഷപ്പ് റൈറ്റ് റെവറൻ മലയിൽ സാബു കോശിച്ചെറിയാൻ. ആശ്വാസത്തിന്റെ വലിയ സന്ദേശമെന്ന് ബിഷപ്പ്. കോട്ടയം റിട്രീറ്റ് സെന്ററിൽ സഭാ ശുശ്രൂഷകരുടെ സഹധർമ്മിണിമാരുടെ വാർഷിക ധ്യാനയോഗം നടത്തി. അധ്യക്ഷത വഹിച്ച് സ്ത്രീജന സഖ്യ പ്രസിഡന്റ് ഡോക്ടർ ജെസ്സി സാറാക്കോശി. 2 സോണുകളിലായി നടത്തപ്പെടുന്ന സൺഡേ സ്കൂൾ പ്രഥമ അധ്യാപകരുടെയും സെക്രട്ടറിമാരുടെയും സോണൽ സമ്മേളനം കുമ്പനാട് CSI സെന്റ് തോമസ് പള്ളിയിൽ നടത്തി. അടുത്ത സോണൽ സമ്മേളനം ഫെബ്രുവരി 14 മുട്ടമ്പലം ദേവാലയത്തിൽ. മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനം കലാവേദിയായ ഫെസ്റ്റ് ഇൻ ക്രൈസ്റ്റ് ആഘോഷമാക്കി യുവജനങ്ങൾ. ബന്ധങ്ങളും താലന്തുകളും ശാക്തീകരിക്കുന്ന കൂട്ടായ്മകൾ കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് ബിഷപ്പ്. വജ്ര ജൂബിലി നിറവിൽ യുവജന പ്രസ്ഥാന മിഷൻ വയലായ തെലങ്കാന മിഷൻ വിപുലമായ ആഘോഷ പരിപാടികൾ ആസൂത്രണം ചെയ്ത് മഹായിടവക യുവജന പ്രസ്ഥാനം. കേരളത്തിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച അമേലിയ ഡൊറോത്തി ബേക്കറിന്റെ 225ാം ജന്മദിന സമ്മേളനവും സന്ദേശ റാലിയും നടത്തി ബേക്കർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ. കോട്ടയം CMS കോളേജിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹെൽത്ത് ഹ്യൂമാനിറ്റീസ് കേന്ദ്രം ആരംഭിച്ചു. ഉദ്ഘാടനം നിർവഹിച്ച് ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ. കുറ്റൂർ ഓൾ സെയിൻസ് ഇടവകയും ഉപസഭകളും സന്ദർശിച്ച് സന്നദ്ധ സുവിശേഷ സംഘം ഭവന സന്ദർശനവും പരസ്യയോഗവും നടത്തി. തലവടി CMS ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ റവറൻ തോമസ് നോട്ടൺ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം ഉദ്ഘാടനം ചെയ്തു. വെച്ചുച്ചിറ 800-ാം വയൽ CMS LP സ്കൂളിൽ അക്കാദമിക് ബ്ലോക്കിന്റെ പ്രതിഷ്ഠയും വിദ്യാലയ മന്ദിരങ്ങളുടെ സമർപ്പണവും നടത്തപ്പെട്ടു. ജൂബിലി നിറവിൽ വെച്ചുച്ചിറ പ്രദേശം. വനിതാ രവത്തിലൂടെ സമാഹരിച്ച പണം കൊണ്ട് കരിനഗർ മഹായിടവകയിലെ ഒരു വൈദികന്റെ കുടുംബത്തിന് ഭവനം ഒരുങ്ങുന്നു. മാർച്ചിൽ പണി പൂർത്തീകരിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഭാരവാഹികൾ. കുട്ടികളുമൊത്ത് പ്രകൃതിയിലേക്ക് ഇറങ്ങി എക്കോ ടൂർ പഠനം ശ്രദ്ധേയമാകുന്നു. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ വാർത്തകളിൽ ഇടം പിടിച്ച് റവറൻ വർക്കി തോമസിന്റെ വ്യത്യസ്ത ശൈലി. വാർത്തകൾ വിശദമായി. 75ാമത് മഹായിടവക കൗൺസിലിന്റെ തുടർ സമ്മേളന യോഗങ്ങൾ ജനുവരി 22-23 തീയതികളിൽ കോട്ടയം റിട്രീറ്റ് സെന്ററിൽ പൂർത്തിയായി. നിലവിൽ ഉള്ള സാമാജികരുടെ 3ാമത്തെ സമ്മേളനമായിരുന്നു ഇത്. ഭരണഘടനാ ഭേദഗതിയുടെ 2ാം വായന മുഖ്യ അജണ്ടയായിരുന്ന ഈ കൗൺസിൽ മറ്റു വിഷയങ്ങളും വാശിയേറിയ ചർച്ചയ്ക്ക് വേദിയായി. CMS കോളേജ് ഗ്രൗണ്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷന് കരാർ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നത് സംബന്ധിച്ചും ശമ്പള പരിഷ്കരണത്തിന്റെ ശാസ്ത്രീയ സാങ്കത്യത്തെപ്പറ്റിയും മാവേലിക്കര ബിഷപ്പ്മൂർ കോളേജിൽ ലൈബ്രറി കെട്ടിടപ്പണികൾ സംബന്ധിച്ച് പഠിക്കാനായി കൗൺസിൽ നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ടിനെ സംബന്ധിച്ചും ചർച്ചകളുണ്ടായി. കഴിഞ്ഞ 3 വർഷം സാമാജികരിൽ നിന്ന് ലഭിച്ച സേവനത്തിന് ബിഷപ്പ് കൃതജ്ഞത അറിയിച്ചപ്പോഴും ഭരണഘടന ഭേദഗതി തുടങ്ങി സങ്കീർണമായ പല ഘട്ടങ്ങളിൽ കൗൺസിലിൽ സംബന്ധിക്കാതിരുന്ന സാമാജികരുടെ കൃത്യവിലോപത്തെ ഓർത്ത് ആശങ്ക രേഖപ്പെടുത്തി. പുതിയ കൗൺസിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തപ്പെടും. മിഷണറി ആഗമനത്തിന്റെ 150 വർഷങ്ങൾ പിന്നിട്ട ചരിത്ര മുഹൂർത്തത്തിൽ അഭിമന്യ MM ജോൺ ബിഷപ്പ് ആരംഭിച്ച തൃതീയ ജൂബിലി സ്മാരക കൺവെൻഷന്റെ
വജ്രജൂബിലി യോഗങ്ങൾ ബേക്കർ കുന്നിൽ 2026 ജനുവരി 25 മുതൽ ഫെബ്രുവരി 1 വരെ നടത്തപ്പെട്ടു. അഭിമന്യ ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ബൈബിൾ ക്ലാസുകൾ, പട്ടക്കാരുടെയും സഭാപ്രവർത്തകരുടെയും സിസ്റ്റേഴ്സിന്റെയും യോഗം, പരിസ്ഥിതി സമ്മേളനം, മദ്യവർജന സമ്മേളനം, ഉണർവ് യോഗം, മിഷണറി സമ്മേളനം, അധ്യാപക അനധ്യാപക സമ്മേളനം എന്നിവയ്ക്ക് പുറമെ വിവിധ സംഘടനകളായ യുവജന പ്രസ്ഥാനം, സ്ത്രീജന സഖ്യം, അൽമായ ഫെലോഷിപ്പ്, ഗായക സംഘം, സൺഡേ സ്കൂൾ എന്നിവയുടെ യോഗങ്ങളും നടത്തപ്പെട്ടു. വൈകുന്നേരം നടന്ന യോഗങ്ങളിൽ ബിഷപ്പ് പോൾ സ്വരൂപ്, ബ്രദർ ജോർജ് പി ഉമ്മൻ, ബ്രദർ ജോർജ് കോശി ബാംഗ്ലൂർ, ബ്രദർ ജെന്നി ക്രിസ്റ്റഫർ എന്നിവർ പ്രസംഗിച്ചു. ഇത്തവണ വിവിധ മത സാംസ്കാരിക നേതാക്കളെ ക്ഷണിച്ചുകൊണ്ട് നടത്തപ്പെട്ട എക്യുമെനിക്കൽ സമ്മേളനം ഏറെ ശ്രദ്ധയാകർഷിച്ചു. ഞായറാഴ്ച നടന്ന കടശി യോഗത്തിൽ വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്ക് മഹായിടവക അധ്യക്ഷൻ നേതൃത്വം നൽകിയപ്പോൾ കൊച്ചിൻ മഹായിടവക അധ്യക്ഷൻ റൈറ്റ് റവറൻ കുര്യൻ പീറ്റർ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. പ്രസ്തുത ആരാധനയിൽ നിരവധി പേർ പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്കും ജോലിയോടും പഠനത്തോടും കൂടെയും സുവിശേഷ വേലയിൽ പങ്കാളികളാകുന്നതിന് തങ്ങളെ തന്നെ സമർപ്പിച്ചു. ഉച്ചയ്ക്ക് നടത്തപ്പെട്ട മഹായിടവക സംഗമം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ MP അഡ്വക്കേറ്റ് സുരേഷ് കുറുപ്പ്, MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ തുടങ്ങി നിരവധി രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. വൈകിട്ട് നടന്ന പൊതുയോഗത്തിൽ ബ്രദർ ജെന്നി ക്രിസ്റ്റഫർ മുഖ്യ സന്ദേശം നൽകി. കൺവെൻഷൻ പന്തലിൽ നേരിട്ട് വന്നും ലോകത്തെമ്പാടും തത്സമയ സംപ്രേക്ഷണത്തിലൂടെയും നിരവധി ജനങ്ങളാണ് ഈ വർഷം കൺവെൻഷൻ യോഗങ്ങളുടെ ഭാഗമായി മാറിയത്. കൺവെൻഷൻ കൺവീനേഴ്സായ റവറൻ നെൽസൺ ചാക്കോ, റവറൻ ജേക്കബ് ജോർജ്, ശ്രീ എബ്രഹാം ചാണ്ടി എന്നിവരുടെ നേതൃത്വത്തിലുള്ള നിരവധി കമ്മിറ്റികളും അവയുടെ ചുമതല വഹിക്കുന്ന വൈദികരും അൽമായരും അടങ്ങുന്ന സമർപ്പിതരായ ഒരു വലിയ കൂട്ടം ആളുകളുടെ അശ്രാന്ത പരിശ്രമം കൺവെൻഷന്റെ ഭംഗിയായ നടത്തിപ്പിൽ ഉണ്ടായിരുന്നതായി ബിഷപ്പ് നിരീക്ഷിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്തു. യഥാസ്ഥാനത്തിന്റെ വർഷമായാണ് മധ്യകേരള മഹായിടവക ഈ വർഷം കൊണ്ടാടുന്നത്. അടൂർ വൈദിക ജില്ലയിൽ അടൂർ ഇടവകയുടെ ഉപസഭയായ ചൂരക്കോട് സെയിന്റ് ആൻഡ്രൂ CSI സഭ സന്ദർശിച്ച ബിഷപ്പ് വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. മധ്യകേരള മഹായിടവകയിലെ വിവിധ സഭകളിൽ ശുശ്രൂഷ ചെയ്യുന്ന സഭാ ശുശ്രൂഷകരായ ശ്രീ സ്റ്റീഫൻ ഡാനിയൽ, ശ്രീ റെജി ബി, ശ്രീ വിൽസൺ ജോർജ്, ശ്രീ ജോൺസൺ ജോർജ് എന്നിവരുടെ മാതൃസഭയാണിത്. ആരാധനയ്ക്കുള്ള ക്രമീകരണങ്ങൾ നന്നായി ചെയ്ത ഇടവക വികാരി റവറൻ ബിബിൻ ജേക്കബ്, സഭാപ്രവർത്തകൻ ശ്രീ ബോബി കുഞ്ഞപ്പി എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. പള്ളം വൈദിക ജില്ലയിൽ കുട്ടനാട് മിഷന്റെ ഭാഗമായ കാവാലം ഇടവകയുടെ ഉപസഭയായ കുന്നങ്കേരി CSI സെന്റ് ജോൺസ് സഭ സന്ദർശിച്ച ബിഷപ്പ് വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. 33 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മഹായിടവക അധ്യക്ഷൻ ഈ ദേവാലയം സന്ദർശിക്കുന്നത് എന്ന് ഇടവക അംഗങ്ങൾ പറഞ്ഞു. വിവിധ വെല്ലുവിളികളുടെ മധ്യയും സഭയ്ക്ക് സുശക്തമായ നേതൃത്വം നൽകുന്ന സഭാ ശുശ്രൂഷകൻ ശ്രീ PP ഔസേഫ്, കുട്ടനാട് മിഷൻ മിഷണറി ഇൻചാർജ് റവറൻ കിഷോർ കെ പൊങ്ങൻപാറ എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. ചങ്ങനാശ്ശേരി ഇടവകയുടെ ഉപസഭയായ കിടങ്ങറ CSI ഓൾ സെയിൻസ് സഭയും സന്ദർശിച്ച ബിഷപ്പ് വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. ബിഷപ്പിന്റെ രണ്ടാമത്തെ എപ്പിസ്കോപ്പൽ സന്ദർശനമാണിത്. രാത്രിയിൽ നടത്തപ്പെട്ട ഏറെ അനുഗ്രഹകരമായ ഈ ശുശ്രൂഷയിൽ വിശ്വാസ സമൂഹം ആവേശത്തോടെ പങ്കെടുത്തു. നല്ല നേതൃത്വം നൽകുന്ന ഇടവക വികാരി റവറന്റ് പ്രവീൺ ജോർജ് ചാക്കോ, സഭാ ശുശ്രൂഷകൻ ശ്രീ ഗിഫ്റ്റി യേശുദാസ് പീറ്റർ എന്നിവരെയും ചർച്ച് കമ്മിറ്റിയെയും ബിഷപ്പ് അഭിനന്ദിച്ചു. പുതുവൽ CSI സെന്റ് സ്റ്റീഫൻ ഇടവകയിൽ നടത്തപ്പെട്ട സ്ഥിരീകരണ ശുശ്രൂഷയ്ക്ക് ബിഷപ്പ് നേതൃത്വം നൽകി. പുതുവൽ ഇടവകയുടെ ഉപസഭയായ ഇളമണ്ണൂർ സഭയിലെ 3 പേർ ഉൾപ്പെടെ 27 കുട്ടികൾ പ്രതിഷ്ഠിക്കപ്പെട്ട് സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് പ്രവേശിച്ചു. സ്ഥിരീകരണ ശുശ്രൂഷയ്ക്കായി കുട്ടികളെ ഒരുക്കിയ ഇടവക വികാരി റവറൻ ജിജി ജോസഫ്, ഇളമണ്ണൂർ സഭാ ശുശ്രൂഷകൻ ശ്രീ ചാണ്ടി കുരുവിള എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. ഇടവക പണി കഴിപ്പിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പൂർത്തീകരിക്കപ്പെട്ട 3 മുറികൾ പ്രതിഷ്ഠിച്ചു. പുന്നവേലി ഇടവകയുടെ ഉപസഭയായ മുറ്റത്തുമാവ് സെയിന്റ് സ്റ്റീഫൻ CSI സഭയുടെ നവീകരിച്ച മിഷൻ വീടിന്റെ പുനഃപ്രതിഷ്ഠാ ശുശ്രൂഷ ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ നിർവഹിച്ചു. മുറ്റത്തുമാവ് സഭയിലെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ ലക്കി ഡ്രോയിലൂടെ ഇതിനായി 5 ലക്ഷം രൂപ സമാഹരിച്ചു. കൂടാതെ പുന്നവേലി ഇടവകയുടെ ജൂബിലിയുടെ ഭാഗമായുള്ള സാമ്പത്തിക സഹായം, കുവൈറ്റ് ഇടവകയുടെ സഹായം,
മഹായിടവകയിൽ നിന്നുള്ള സഹായം എന്നിവയൊക്കെ പ്രസ്തുത പണികൾ പൂർത്തീകരിക്കുവാൻ മുഖാന്തിരമായി. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇടവക വികാരി റവറൻ ഷിബിൻ വർഗീസ്, സഭാ ശുശ്രൂഷകൻ ശ്രീ ബിജു ജോർജ്, ചർച്ച് കമ്മിറ്റി എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. മലയോര മിഷന്റെ ഭാഗമായി പണികഴിപ്പിച്ച കൊടിത്തോട്ടം സെന്റ് പോൾസ് മിഷൻ സെന്റർ 2026 ജനുവരി 16 മധ്യകേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ പ്രതിഷ്ഠിച്ചു. മഹായിടവക ഭാരവാഹികൾ, വൈദികർ, സഭാപ്രവർത്തകർ തുടങ്ങി നിരവധി പേർ പ്രസ്തുത ശുശ്രൂഷയിൽ സന്നിഹിതരായിരുന്നു. പ്രാദേശിക സമൂഹത്തിന്റെ സമഗ്രമായ ഉന്നമനം ലക്ഷ്യമിട്ടാണ് ഈ മിഷൻ സെന്റർ സ്ഥാപിതമായിരിക്കുന്നത്. കൗൺസിലിംഗ് ക്ലാസുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, മറ്റ് സാമൂഹിക സേവന പരിപാടികൾ എന്നിവയിലൂടെ ജനങ്ങളുടെ ആത്മീയവും വൈകാരികവും ശാരീരികവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും സാമൂഹികമായ പുരോഗതി കൈവരിക്കുകയും ചെയ്യുക എന്നതാണ് സെന്ററിന്റെ ലക്ഷ്യം. ഈ പ്രവർത്തനങ്ങളിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അധസ്ഥിതരുടെയും ജീവിതത്തിൽ പ്രത്യാശയും സൗഖ്യവും പരിവർത്തനവും കൊണ്ടുവരാൻ മിഷൻ സെന്റർ ആഗ്രഹിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. സാമ്പത്തിക പ്രതിസന്ധി ഒരു ഘട്ടത്തിൽ നേരിട്ടെങ്കിലും മിഷൻ ബോർഡ് ഡയറക്ടർ റവറൻ ജേക്കബ് ദാനിയലും മലയോര മിഷൻ മിഷണറി ഇൻചാർജ് റവറൻ ബൈജു ഈപ്പനും കഠിനമായി പരിശ്രമിച്ച് ആവശ്യമായ തുക കണ്ടെത്തി. ഇരു വൈദികരെയും പ്രസ്തുത ഉദ്യമത്തിന് പ്രാർത്ഥനയിലൂടെ പിന്തുണ നൽകിയ എല്ലാവരെയും, പ്രത്യേകിച്ച് മുൻകാല മിഷണറിമാരെയും നിലവിലെ മിഷണറിമാരെയും ബിഷപ്പ് അഭിനന്ദിച്ചു. പുന്നവേലി കുളത്തുങ്കൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായുള്ള ശിലാസ്ഥാപനം നിർവഹിച്ച് ബിഷപ്പ് റൈറ്റ് റവറൻ മലയിൽ സാബു കോശിച്ചെറിയാൻ. സമൂഹത്തിലെ അശരണർക്കും ആലംബഹീനർക്കും ഭാരപ്പെടുന്നവർക്കും ഒരു വലിയ അത്താണിയാണ് കുളത്തുങ്കൽ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് ബിഷപ്പ് അഭിപ്രായപ്പെട്ടു. അനേക ജീവിതങ്ങൾക്ക് സൊസൈറ്റിയുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഒരു വലിയ ആശ്വാസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായും ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കുന്നതായും ബിഷപ്പ് അറിയിച്ചു. കോട്ടയം CSI റിട്രീറ്റ് സെന്ററിൽ ജനുവരി 20 ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് നടത്തപ്പെട്ട സഭാ ശുശ്രൂഷകരുടെ സഹധർമ്മിണിമാരുടെ വാർഷിക ധ്യാനയോഗം അഭിവന്ദ്യ റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീജന സഖ്യ പ്രസിഡന്റ് ഡോക്ടർ ജെസി സാറാ കോശി അധ്യക്ഷത നിർവഹിച്ച യോഗത്തിൽ ഈസ്റ്റ് കേരള മഹായിടവകയിൽ തൊടുപുഴ വെട്ടിമറ്റം സെന്റ് ജോൺ CSI പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന റവറൻ ബിനു കുരുവിളയുടെ സഹധർമ്മിണി ശ്രീമതി ലിൻസി ബിനു മുഖ്യ സന്ദേശം നൽകി. സഭയിലെ ശുശ്രൂഷകളെ പറ്റിയും ശുശ്രൂഷകരുടെ മനോഭാവത്തെപ്പറ്റിയും സേവനത്തെപ്പറ്റിയും സന്ദേശത്തിൽ പരാമർശമുണ്ടായി. പ്രസ്തുത യോഗത്തിൽ 40 പേർ പങ്കെടുത്തു. അടൂർ, ഇലന്തൂർ, മാവേലിക്കര, കോടുകുളഞ്ഞി, തിരുവല്ല, മല്ലപ്പള്ളി വൈദിക ജില്ലകൾ അടങ്ങുന്ന സോണിന്റെ സൺഡേ സ്കൂൾ പ്രഥമാധ്യാപകരുടെയും സെക്രട്ടറിമാരുടെയും സോണൽ സമ്മേളനം കുമ്പനാട് CSI സെന്റ് തോമസ് പള്ളിയിൽ നടന്നു. ഈ വർഷത്തെ പാഠ്യപദ്ധതി, അധ്യാപകർക്കായുള്ള പൊതുവായ മാർഗനിർദ്ദേശം കൂടാതെ മോട്ടിവേഷൻ ക്ലാസുകൾ എന്നിവ നടത്തപ്പെട്ടു. കോട്ടയം, പള്ളം, ഏറ്റുമാനൂർ, പുന്നവേലി, മുണ്ടക്കയം, കുമ്പളാംപൊയ്ക എന്നീ വൈദിക ജില്ലകൾ അടങ്ങുന്ന സോണിന്റെ മീറ്റിംഗ് ഫെബ്രുവരി 14 രാവിലെ 9:30 മുട്ടമ്പലം പള്ളിയിൽ നടത്തപ്പെടും. സൺഡേ സ്കൂളിന്റെ ചുമതല വഹിക്കുന്ന നിർദ്ദിഷ്ട അധ്യാപകർ നിർബന്ധമായി ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ജനറൽ സെക്രട്ടറി റവറൻ അലക്സ് എബ്രഹാം അറിയിച്ചു. 2026 CSI കേരള റീജിയണൽ BBS നേതൃത്വ പരിശീലന ക്യാമ്പ് കോട്ടയം CSI റിട്രീറ്റ് സെന്ററിൽ ഫെബ്രുവരി 26, 27, 28 തീയതികളിൽ നടത്തപ്പെടും. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫോം മധ്യകേരള മഹായിടവക ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നോ ആപ്ലിക്കേഷനിൽ നിന്നോ ഓഫീസിൽ നിന്നോ നേരിട്ട് വാങ്ങി അനുയോജ്യമായി പൂരിപ്പിച്ച് ഓഫീസിൽ ഏൽപ്പിക്കേണ്ടതാണ്. മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനത്തിന്റെ പുതിയ സംരംഭമാണ് ഫെസ്റ്റ് ഇൻ ക്രൈസ്റ്റ്. യുവജനങ്ങളുടെ വ്യത്യസ്തമായ താലന്തുകളും കഴിവുകളും സോണൽ തലത്തിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു കലാവേദിയാണിത്. കോട്ടയം, ഏറ്റുമാനൂർ, പള്ളം എന്നീ വൈദിക ജില്ലകൾ ഉൾപ്പെടുന്ന സോണിന്റെ പ്രസ്തുത ഫെസ്റ്റ് ജനുവരി 24 കാണക്കാരി CSI കോളേജ് ഫോർ ലീഗൽ സ്റ്റഡീസിൽ വെച്ച് മഹായിടവക അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്തു. യുവജനങ്ങളുടെ നൂതനമായ ഈ ഉദ്യമം അവരുടെ കലാവാസനകൾ വികസിപ്പിക്കുന്നതിനോടൊപ്പം തമ്മിലുള്ള നല്ല ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും മുഖാന്തിരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നതായി ബിഷപ്പ് അറിയിച്ചു. ഈ സംരംഭങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന യുവജന പ്രസ്ഥാനം ജനറൽ സെക്രട്ടറി റവറൻ ലിനോ S. ജോൺ ഉൾപ്പെടെയുള്ള മഹായിടവക യുവജന പ്രസ്ഥാനം ഭാരവാഹികളെയും സോണൽ ഭാരവാഹികളെയും ബിഷപ്പ് അഭിനന്ദിച്ചു. മഹായിടവക ട്രഷറർ റവറൻ ജിജി ജോൺ ജേക്കബ്, 3 വൈദിക ജില്ലകളിലെയും ചെയർമാൻമാർ, മറ്റു ഭാരവാഹികൾ എന്നിവരും സന്നിഹിതരായിരുന്നു.
ബിഷപ്പിന്റെ സ്ഥാനാരോഹണത്തിന്റെ 5ാം വാർഷികത്തിന്റെ ഭാഗമായി പൊന്നാടയണിയിച്ച് ആദരിക്കുകയും കേക്ക് മുറിക്കുകയും ചെയ്തു. യുവജന പ്രസ്ഥാനത്തിന്റെ മിഷൻ വയലായ തെലങ്കാന മിഷൻ വജ്ര ജൂബിലിയിലേക്ക് പ്രവേശിക്കുകയാണ്. 2026 ഓഗസ്റ്റിൽ ആരംഭിക്കുന്ന ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തെലങ്കാന മിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ലോഗോ നിർമ്മാണ മത്സരത്തിൽ മഹായിടവക യുവജന പ്രസ്ഥാനത്തിന്റെ മുൻ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്ന മങ്കുഴി ഇടവക അംഗം റെജി തോമസ് നൽകിയ എൻട്രി മികച്ച ലോഗോ ആയി തെരഞ്ഞെടുത്തു. ലോഗോ നിർമ്മാണ മത്സരത്തിൽ റെജിക്ക് ലഭിച്ച ക്യാഷ് പ്രൈസ് മിഷന്റെ ജൂബിലി ആഘോഷങ്ങളുടെ ആദ്യ ഫണ്ടായി ബിഷപ്പിനെയും മിഷൻ ട്രഷററെയും ഏൽപ്പിച്ചു. തെലങ്കാന മിഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളായ സെക്രട്ടറി മുന്നു വൈ തോമസ്, ട്രഷറർ വിനോ ജോർജ് തോമസ്, മിഷണറി ഇൻചാർജ് റെവറൻ റിജു മാത്യു, യുവജന പ്രസ്ഥാന ജനറൽ സെക്രട്ടറി റെവറൻ ലിനോ എസ് ജോൺ എന്നിവർ വിപുലമായി നടത്തപ്പെടുന്ന ജൂബിലി പരിപാടികളുടെ രൂപരേഖ സമർപ്പിക്കുകയും ചെയ്തു. 2026 ഓഗസ്റ്റ് 21 വൈകിട്ട് 4 മണിക്ക് കോട്ടയം റിട്രീറ്റ് സെന്ററിൽ മിഷണറി സംഗമത്തോടെ ആരംഭിച്ച് മാവേലിക്കരയിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നുമുള്ള സോണൽ തല റാലികൾ, മല്ലപ്പള്ളിയിൽ റെവറൻ PO നൈനാൻ നഗറിലും മുഗലപ്പള്ളിയിലും സ്തോത്ര ശുശ്രൂഷയും പൊതുസമ്മേളനവും തുടങ്ങി വിപുലമായ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് 1818 തുടക്കം കുറിച്ചുകൊണ്ട് കോട്ടയത്ത് പെൺ പള്ളിക്കൂടത്തിന് നന്ദി കുറിച്ച അമേലിയ ഡൊറോത്തിയ ബേക്കറുടെ 225ാമത് ജന്മദിനം ജനുവരി 20 ബേക്കർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടത്തി. രാവിലെ 8 മണിക്ക് CSI കത്തീഡ്രൽ സെമിത്തേരിയിലുള്ള അമേലിയ ഡൊറോത്തിയ ബേക്കറിന്റെ കല്ലറയിൽ മഹായിടവക സ്ത്രീജന സഖ്യ പ്രസിഡന്റ് ഡോക്ടർ ജെസി സാറാക്കോശിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് CMS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അഞ്ജു ശോശൻ ജോർജ് ഫ്ലാഗ് ഓഫ് ചെയ്ത കുട്ടികളുടെ റാലി സെമിത്തേരിയിൽ നിന്നും ആരംഭിച്ച് ബേക്കർ സ്കൂൾ വളപ്പിലെ ബേക്കർ പ്രതിമയുടെ മുൻപിൽ സമാപിച്ചു. 2:30 ബേക്കർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അമേലിയ ബേക്കർ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ലിബറൽ ആർട്സ് സ്ഥാപനമായ കോട്ടയം CMS കോളേജിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ ആദ്യത്തെ സെന്റർ ഫോർ ഹെൽത്ത് ഹ്യൂമാനിറ്റീസ് ആരംഭിച്ചു. ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി സഹകരിച്ച് ഒരു സുപ്രധാന ഇന്റർ ഡിസിപ്ലിനറി സംരംഭമായി ആരംഭിച്ചിരിക്കുന്ന സെന്റർ ഒരു സുപ്രധാന നാഴികക്കല്ലാണെന്ന് അധികൃതർ അറിയിച്ചു. ഫെബ്രുവരി 3 കോളേജ് എഡ്യൂക്കേഷണൽ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ റൈറ്റ് റെവറൻ ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. പുതുതായി രൂപീകരിച്ച സെന്റർ ഫോർ ഹെൽത്ത് ഹ്യൂമാനിറ്റീസിന്റെ ഡയറക്ടർ ഡോക്ടർ സൂസൻ മാത്യു സ്വാഗത പ്രസംഗം നടത്തി. CMS കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അഞ്ജു ശോശൻ ജോർജ് യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഡോക്ടർ BC റോയ് ദേശീയ അവാർഡ് ജേതാവും CMC വെല്ലൂരിന്റെ മുൻ ഡയറക്ടറും ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഡയറക്ടറുമായ ഡോക്ടർ ജോർജ് ശാന്തി മറ്റീത്ര മുഖ്യ അതിഥിയായിരുന്നു. മഹാത്മാഗാന്ധി സർവകലാശാല രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ ബിസ്മി ഗോപാലകൃഷ്ണൻ സെന്ററിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ വർഗീസ് P. പുന്നൂസ് ആശംസകൾ അറിയിച്ചു. ഇംഗ്ലീഷ് വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ ജോജി ജോൺ പണിക്കർ നന്ദി പറഞ്ഞു. ഹെൽത്ത് ഹ്യൂമാനിറ്റീസിന്റെ മുഖ്യ ലക്ഷ്യം രോഗത്തിന്റെ അനുഭവം, രോഗിയുടേതായ ജീവിതാനുഭവം, പരിചരണവുമായി ബന്ധപ്പെട്ട സാമൂഹിക സാംസ്കാരിക അംശങ്ങൾ എന്നിവയെ ഉൾക്കൊള്ളുക എന്നതാണ്. ഇതിലൂടെ വിദ്യാർത്ഥികളും ആരോഗ്യ പ്രവർത്തകരും രോഗിയെ പൂർണ്ണമായ മനുഷ്യനായി കാണാനും അവരോടുള്ള അനുഭാവപൂർവമായ സമീപനം വികസിപ്പിക്കുവാനും കഴിയും. കഥാവായന, എഴുത്തുകൾ, ഡ്രാമ തെറപ്പി, മ്യൂസിക് തെറപ്പി, സംവാദങ്ങൾ എന്നിവ ഹെൽത്ത് ഹ്യൂമാനിറ്റീസിൻ്റെ പ്രധാന ഉപാധികളാണ്. ഇവ വിദ്യാർത്ഥികളുടെ ആശയവിനിമയം, കേൾക്കലും പ്രതികരണവും മെച്ചപ്പെടുത്തുകയും സമ്മർദ്ദം നിയന്ത്രിക്കാനും ബേൺ ഔട്ട് തിരിച്ചറിയുവാനും മാനസികാരോഗ്യ പ്രശ്നങ്ങളെ നേരിടാനുള്ള ആരോഗ്യകരമായ രീതി വികസിപ്പിക്കാനും സഹായിക്കുന്നു. കൂടാതെ ഹെൽത്ത് ഹ്യൂമാനിറ്റീസ് രോഗം, വേദന, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയവ എങ്ങനെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു? എങ്ങനെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ
എങ്ങനെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു, അവഗണിക്കപ്പെടുന്നു അല്ലെങ്കിൽ മറച്ചുവെക്കപ്പെടുന്നു എന്നതിനെ മനസ്സിലാക്കുകയും ക്ലിനിക്കൽ പരിസരത്തോടൊപ്പം മാർജിനലൈസ്ഡ് സമൂഹങ്ങളിലും വിദ്യാർത്ഥികൾക്ക്, ആരോഗ്യ പ്രവർത്തകർക്ക്, നയനിർണായകർക്കും ബോധം വളർത്തുകയും ചെയ്യുന്നു. CSI മധ്യകേരള മഹായിടവക സന്നദ്ധ സുവിശേഷ സംഘം കുറ്റൂർ ഓൾ സെയിൻസ് ഇടവക സന്ദർശിച്ചു. ഇടവകയിലെയും 5 ഉപസഭകളിലെയും ഭവനങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. തുടർന്ന് വൈകിട്ട് കുറ്റൂർ ജംഗ്ഷനിൽ പരസ്യയോഗവും ക്രമീകരിച്ചു. വൈദിക വിദ്യാർത്ഥികൾ പാട്ടുകൾ, ബോധവൽക്കരണ സ്കിറ്റ് എന്നിവയ്ക്ക് നേതൃത്വം നൽകി. റെവറൻ CY തോമസ്, ഇവാഞ്ചലിസ്റ്റ് ഷെറിൽ ജോസ് എന്നിവർ മുഖ്യ സന്ദേശം നൽകി. കുറ്റൂർ ഇടവക വികാരി റെവറൻ ലെവിൻ പോശി, സഭാ ശുശ്രൂഷകർ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. CSI മധ്യകേരള മഹായിടവക ഇലന്തൂർ വൈദിക ജില്ലയിൽ പുന്നക്കാട് CSI സഭയുടെ വികാരിയായ റെവറൻ വർക്കി തോമസ് നേതൃത്വം നൽകിയ ഇക്കോ ടൂർ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് വാർത്തകളിൽ ഉൾപ്പെട്ടു എന്നത് ഏറെ ശ്ലാഘനീയമാണ്. സഭയുടെയും സ്കൂൾ പരിസരത്തിന്റെയും സമൃദ്ധമായ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് പ്രാഥമിക ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ട ഈ സംരംഭം വിശ്വാസവും വിദ്യാഭ്യാസവും സൃഷ്ടി പരിപാലനവും തമ്മിലുള്ള അർത്ഥവത്തായ ഒരു സംയോജനമായി മാറി. ഒരു പ്രാദേശിക ശ്രമമായി ആരംഭിച്ച ഈ പ്രവർത്തനം ഇന്ന് പ്രാദേശിക തലത്തിനതീതമായി അന്തർദേശീയ ചർച്ചകളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഏറെ പ്രശംസനീയമായ സന്ദേശങ്ങൾ. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് ദക്ഷിണേന്ത്യ സഭയുടെ അടിസ്ഥാന ദൗത്യങ്ങളിൽ ഒന്നായിരിക്കെ റെവറൻ വർക്കി തോമസിന് ലഭിച്ച ഈ അംഗീകാരം പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. തലവടി CMS ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സജ്ജീകരിച്ച റെവറൻ തോമസ് നോട്ടൻ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ഉദ്ഘാടനം CMS സ്കൂൾസ് കോർപ്പറേറ്റ് മാനേജർ റെവറൻ സുമോദ് C. ചെറിയാൻ നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് റെവറൻ മാത്യു P. ജോർജ് പ്രതിഷ്ഠാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു വലിരീടൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപകൻ റെജിൽ മാത്യു അധ്യക്ഷത വഹിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആശംസാ സന്ദേശം ചടങ്ങിൽ പ്രസിഡന്റ് റെവറൻ മാത്യു P. ജോർജ് വായിച്ചു. എന്റെ സ്കൂളിലേക്ക് ഒരു പുസ്തകം എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ലൈബ്രറി കൗൺസിൽ കുട്ടനാട് താലൂക്ക് ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഐസക് രാജു, സ്കൂൾ ഉപദേശക സമിതി അംഗം ജേക്കബ് ചെറിയാൻ പൂവക്കാട് എന്നിവർ പൂർവ്വ വിദ്യാർത്ഥി സംഘടന എക്സിക്യൂട്ടീവ് അംഗം VP സുജീന്ദ്ര ബാബു, പ്രകാശ് എന്നിവരിൽ നിന്നും സ്വീകരിച്ചു. അധ്യാപികയായി 12 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച സാറാമ ലൂക്കോസിനെ തലവടി ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ റീത്താമ തോമസ് ആദരിച്ചു. ലൈബ്രറി നവീകരണത്തിന് വിവിധ ഘട്ടങ്ങളിൽ സഹായം നൽകിയ വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോൺസൺ V. ഇടിക്കുള, ട്രഷറർ എബി മാത്യു ചോളകത്ത്, കൺവീനർ ജിബി ഈപ്പൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മാത്യൂസ് പ്രദീപ് ജോസഫ്, JD റാംസെ, ടോം പരുമൂട്ടിൽ, സ്റ്റാഫ് സെക്രട്ടറി സാനിയം ചാക്കോ, MG പ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. വിദ്യാപ്രഭയിൽ 120 ദീപ്ത വർഷങ്ങൾ പിന്നിടുന്ന വെച്ചൂച്ചിറ 800-ാം വയൽ CMS LP സ്കൂളിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ പ്രതിഷ്ഠയും ഉദ്ഘാടനവും നവീകരിച്ച വിദ്യാലയ മന്ദിരങ്ങളുടെ സമർപ്പണവും 2026 ഫെബ്രുവരി 6 വെള്ളിയാഴ്ച മഹായിടവക അധ്യക്ഷൻ നിർവഹിച്ചു. തുടർന്ന് സാംസ്കാരിക ഘോഷയാത്ര, പൊതുസമ്മേളനം, കലാപരിപാടികൾ, ഭക്ഷ്യമേള എന്നിവയും നടത്തപ്പെട്ടു. വെച്ചുച്ചിറ 80-ാം വയൽ CMS LP സ്കൂളിന്റെ പുതിയ വിദ്യാലയ മന്ദിരത്തിന്റെ പ്രതിഷ്ഠ ഉദ്ഘാടനവും നവീകരിച്ച വിദ്യാലയ മന്ദിരങ്ങളുടെ സമർപ്പണവും നാടിന്റെ ആഘോഷമായി മാറി. ഉത്സവാന്തരീക്ഷത്തിൽ നൂറുകണക്കിന് ആളുകളുടെ നിറസാന്നിധ്യത്തിൽ CSI മധ്യകേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ പുതിയ വിദ്യാലയ മന്ദിരം പ്രതിഷ്ഠിച്ച് നാടിനായി സമർപ്പിച്ചു. പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ മഹായിടവകയിലെ വൈദികരും സഭാ ശുശ്രൂഷകരും സഭാംഗങ്ങളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒപ്പം നാടിനെ സ്നേഹിക്കുന്ന നൂറുകണക്കിന് ആളുകളും സന്നിഹിതരായിരുന്നു. വർണ്ണശബളമായ ഘോഷയാത്രയ്ക്ക് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ CMS സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ റവറൻ സുമോദ് C. ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. മധ്യകേരള മഹായിടവക ബിഷപ്പ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനി നവീകരിച്ച വിദ്യാലയങ്ങളുടെ സമർപ്പണവും പുതിയ വിദ്യാലയ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. തിരുവിതാംകൂർ രാജകുടുംബാംഗം
അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ മുഖ്യാതിഥിയായിരുന്നു. സ്മാർട്ട് ക്ലാസ് റൂമുകളുടെയും വിദ്യാലയത്തിൽ പുതിയതായി ആരംഭിക്കുന്ന ഫെയർഫീൽഡ് സ്പോർട്സ് സെൻ്ററിൻ്റെയും ഉദ്ഘാടനം പ്രമോദ് നാരായൺ MLA നിർവഹിച്ചു. UNDP ഡയറക്ടർ ജോൺ സാമുവൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. സുവനീർ പ്രകാശനം മഹായിടവക അദ്മായ സെക്രട്ടറി അഡ്വക്കേറ്റ് സ്റ്റീഫൻ J. ഡാനിയലും, ബിഷപ്പ് ഗിൽ വിദ്യാപീഠത്തിൻ്റെ പുതിയ ലോഗോയുടെ പ്രകാശനം മഹായിടവക രജിസ്ട്രാർ അഡ്വക്കേറ്റ് ഷീബ തരകനും നിർവഹിച്ചു. സ്കോളർഷിപ്പ് വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം ആരോൺ വിജിലി പനവേലിയും, എൻഡോമെന്റ് വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. രമാദേവിയും, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേഴ്സി ഫിലിപ്പ്, ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു തോമസ്, രാജീവ് ജയകുമാർ, AEO മെറിൻ സക്കറിയ, പാസ്റ്റർ PC ചെറിയാൻ, സുഗുസി ഉമ്മൻ, ഡോക്ടർ മനു വർഗീസ്, ഷീലോ മേരി പുല്യൻ, ജോജി തോമസ് വർത്തി, ഷൈനു ചാക്കോ, ഷൈനി ജോർജ്, MG മത്തായി, സവറൻ സോജി വർഗീസ് ജോൺ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. മാവേലിക്കര ബിഷപ്പ് മൂർ വിദ്യാപീഠിന്റെ സ്പീച്ച് ഡേ മധ്യകേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കൊശിച്ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. 10-12 ക്ലാസ്സുകളിലെ കുട്ടികളുടെ ഗ്രാജുവേഷൻ ചടങ്ങായിരുന്നു പ്രസ്തുത സന്ദർഭം. അക്കാദമിക സംബന്ധമായും മറ്റും ഉന്നത നേട്ടം കൈവരിക്കുകയും മികച്ച നിലവാരം പുലർത്തുകയും ചെയ്ത കുട്ടികൾക്ക് എക്സലൻസ് അവാർഡുകളും പ്രസ്തുത യോഗത്തിൽ ബിഷപ്പ് വിതരണം ചെയ്തു. അതിഗംഭീരമായി സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടി നന്നായി ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്ത സ്കൂൾ അധികൃതരെയും, വിശിഷ്യ സ്കൂൾ ബർസാർ റവറൻ ബിനു T. ജോൺ, പ്രിൻസിപ്പൽ ഡോക്ടർ സാം T. കുരുവിള, അധ്യാപകർ എന്നിവരെയും ബിഷപ്പ് അഭിനന്ദിച്ചു. 2024 മഹായിടവക സ്ത്രീജന സഖ്യത്തിന്റെ സോണൽ തലത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഭക്ഷ്യ സാംസ്കാരിക മേളയായ വനിതാ രവത്തിലൂടെ സമാഹരിച്ച തുകയുടെ ഒരു ഭാഗം കരുംനഗർ മഹായിടവകയിലെ ഒരു വൈദികന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുന്നതിന് ചിലവഴിക്കുവാൻ മധ്യകേരള മഹായിടവക സ്ത്രീജന സഖ്യം ഭാരവാഹികൾ തീരുമാനിച്ചു. ചില വർഷങ്ങൾക്ക് മുൻപ് വൈദികൻ ഈ ലോകത്തോട് ആകസ്മികമായി വിട പറഞ്ഞു. ബഥേൽ ആശ്രമത്തിന്റെ വളർത്തുപുത്രിയായ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിക്കായി ആന്ധ്രയിൽ സ്ഥലം വാങ്ങുകയും അവിടെ ഭവന നിർമ്മാണത്തിനുള്ള അടിസ്ഥാന ശില സ്ഥാപിക്കുകയും പണികൾ ആരംഭിക്കുകയും ചെയ്തു. മാർച്ച് മാസത്തിൽ പ്രസ്തുത ഭവനം പ്രതിഷ്ഠിച്ച് വേർതിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നതെന്ന് സ്ത്രീജന സഖ്യം ഭാരവാഹികൾ അറിയിച്ചു. എല്ലാം ഭംഗിയായി പൂർത്തീകരിക്കുവാൻ ഇടയാകട്ടെ എന്ന് ബിഷപ്പ് ആശംസിച്ചു. CSI മധ്യകേരള മഹായിടവക തിരുവല്ല വൈദിക ജില്ലയിൽ വാരിക്കാട് സഭാംഗങ്ങളായ ശ്രീ സുനിൽ കുമാർ മുണ്ടിച്ചാലി, ശ്രീമതി കുഞ്ഞമ്മ സുനിൽ ദമ്പതികളുടെ മകൾ കുമാരി അബിയ സുനിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പണിയനൃത്തം മത്സര ഇനത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കി. വയനാട് ജില്ലയിലെ പണിയ വിഭാഗക്കാരുടെ തനത് കലാരൂപമാണ് പണിയനൃത്തം. അഭിനന്ദനങ്ങൾ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.